നമസ്കാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും 75ഓളം ജഡ്ജിമാരും കേന്ദ്രമന്ത്രിമാരും ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സർക്കാർ ചെലവിൽ ബ്രിട്ടൻ സന്ദർശിച്ചുവെന്ന സോഷ്യൽ മീഡിയയിലെ വ്യാപകമായ പരാതിയിൽ വിശദീകരണം. ഇത്തരം വ്യാജ പോസ്റ്റുകൾ തടയാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. വ്യാജ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തടയണമെന്നാവശ്യപ്പെട്ട് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു. ഭരണഘടനാ ചുമതല വഹിക്കുന്നവരുടെ ബ്രിട്ടൻ സന്ദർശനത്തെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലണ്ടനിൽ നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും സുപ്രീം കോടതി ജഡ്ജി വിക്രം നാഥും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാളും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും സർക്കാർ ചെലവിൽ പങ്കെടുത്തുവെന്നാണ് ആരോപിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഫോട്ടോകൾ വ്യാജവുമാണെന്ന് തുഷാർ മേത്ത ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. അത് ഡൽഹി ത്യാഗരാജ സ്റ്റേഡിയത്തിൽ നവംബറിൽ നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിലേതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രിട്ടനിലെ ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തുകയും ചില ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മന്ത്രിമാർ ലണ്ടനിൽ ഉണ്ടായിരുന്നില്ല. 75ഓളം ജഡ്ജിമാർ ലണ്ടൻ സന്ദർശിച്ചുവെന്ന വാർത്തയും വ്യാജമാണ്, തുഷാർ മേത്ത അറിയിച്ചു. ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് ഹാനികരമായ സംഭവം എന്ന നിലയിലാണ് മന്ത്രിമാരുടെയും ജഡ്ജിമാരുടെയും ലണ്ടൻ സന്ദർശനം എന്ന പേരിൽ വ്യാജ വാർത്ത പ്രചരിച്ചത്. പൗരന്മാരോട് വിദേശയാത്ര ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്ന സമയത്താണ് മന്ത്രിമാരും ജഡ്ജിമാരും ഒന്നിച്ച് ലണ്ടനിലേക്ക് പോയതെന്നും ആരോപണമുയർന്നിരുന്നു.